ക്ലസ്റ്റർ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ വാലിലാപ്പുഴ AMLP സ്കൂളിലെ പ്രധാനാധ്യാപകൻ ജെയിംസ് അഗസ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം 4 ദിനങ്ങൾ പിന്നിട്ടിട്ടും തുടങ്ങിയെടുത്തു തന്നെയാണ്. സംഭവത്തിനുമേൽ ഇടതുപക്ഷത്തിനുള്ള അമിത രാഷ്ട്രീയ താൽപര്യമാണ് മരണവും മരണത്തിനിടയാക്കിയ കാരണങ്ങളും സംബന്ധിച്ച അന്വേഷണവുമായി ഒരു ചുവട് പോലും നീങ്ങാൻ പോലീസിനെ അനുവദിക്കാത്തത്. സംഭവസ്ഥലത്ത് നിന്നും പ്രഥമ ശുശ്രൂഷയ്ക്ക് വിധേയമാക്കിയ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ലഭിച്ച മൊഴികൾ അധ്യാപകൻ സംഘർഷ സമയത്തേറ്റ മർദ്ദനം കൊണ്ട് മരിച്ചതാണെന്ന വാദത്തെ സാധൂകരിക്കുന്നതല്ല. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പുരോഗമിച്ചാൽ ഇവയെല്ലാം വെളിവാകുമെന്ന വ്യക്തമായ തിരിച്ചറിവാണ് ഇടതുപക്ഷ നേതാക്കളെ അന്വേഷണത്തിന് തടയിടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പാഠപുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം സർക്കാരിനെതിരായി എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധത്തെ അധ്യാപകന്റെ മരണം ഉയർത്തിക്കാട്ടി ഇല്ലാതാക്കാനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ജെയിംസ് അഗസ്റ്റിന്റെ വീട് സന്ദർശിച്ചതും ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്വേഷണം ശരിയായ ദിശയില്ല എന്ന അഭിപ്രായം മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട്. മരണകാരണം സംബന്ധിച്ച അന്വേഷണം ശരിയായ ദിശയിൽ പൂർത്തിയായാൽ സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും പ്രതിരോധം തകരുകയും കടുത്ത വിമർശനങ്ങൾക്ക് സർക്കാരിന് വിധേയമാകേണ്ടി വരികയും ചെയ്യുമെന്ന പോലീസിലെ തന്നെ ഉന്നത കോടിയേരി ഭക്തരുടെ തിരിച്ചറിവാണ് ഇവർക്ക് അന്വേഷണം ശരിയായ ദിശയിൽ പൂർത്തിയാക്കാൻ തടസ്സമായിട്ടുള്ളത്. അന്വേഷണം നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഏതാനും യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ഇവരിൽ 3 പേരുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തി കേസ് ചാർജ് ചെയ്യുകയും മാത്രമാണ് പോലീസ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്, മലപ്പുറം.